ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. എല്ലാവരുടെയും സംശയം അബി നോൺ വെജ് കഴിക്കുന്നതായിട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം അബിക്ക് എന്തായാലും അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അബി നോൺ വെജ് കഴിക്കുന്നുണ്ട് എന്നാണ് എല്ലാവരുടെയും സംശയം. അതുപോലെ തന്നെ നവ്യ കൈയൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കുന്ന സമയത്തും അതുപോലെ തന്നെ നോൺ വെജിൻ്റെ ഒരു സ്മെല്ല് ഉള്ളത് പോലെയായിട്ട് തോന്നുകയാണ്. അപ്പോൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ ചോദിക്കുകയാണ് അവൻ്റെ അമ്മ, അതായത് അപ്പച്ചി വന്ന് ചോദിക്കുകയാണ്, ജലജ എടാ നീ നോൺ വെജ് കഴിച്ചോടാ, നീ കഴിച്ചെന്നാണല്ലോ നവ്യ പറഞ്ഞത്. അവൾക്ക് വട്ടാ അമ്മേ, എന്തായാലും ഇറച്ചി മസാലയിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നോൺ വെജിൻ്റെ സ്മെല്ല് ഉണ്ടാവുമല്ലോ, അതിനാണ് ഞാൻ നോൺ വെജ് കഴിച്ചെന്ന് അവൾ പാടിക്കൊണ്ട് നടക്കുന്നത്. എടാ നീ ഇത്രയും ദിവസം വ്രതം എടുത്തിട്ട് ഇടയ്ക്ക് ഇതുവരെ നീ മര്യാദയ്ക്ക് പോയിട്ടില്ല. ഇത്തവണയെങ്കിലും നീ മര്യാദയ്ക്ക് പോകാൻ നോക്ക്. എന്തിനു വേണ്ടിയാണ് പോകുന്നത് എനിക്ക് നല്ല ഉദ്ദേശമുണ്ടല്ലോ. അവൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകാൻ വേണ്ടി മാത്രം. അതേ അമ്മേ, ഞാൻ മല ചവിട്ടുന്നത് അതിനുവേണ്ടി തന്നെയാണ്. അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് ഒഴിവായി പോകാൻ വേണ്ടിയിട്ട്. എങ്കിലേ എനിക്കും അമ്മയ്ക്കും സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതേ മോനെ, ആ ഒരു ദൃഢനിശ്ചയത്തോടെ തന്നെ നീ മുമ്പോട്ട് പോടും മോനെ. അവൾ മാത്രമല്ല മോനെ, അവളുടെ അനിയത്തിയും ഈ വീട് വിട്ട് പോകണം. പിന്നെ ഇപ്പോൾ ഒരുത്തി വന്നല്ലോ, ഒരു പുതിയ മരുമകൾ. അവളെന്തായാലും കുറേ കാലം ഈ വീട് പിടിച്ച് നിൽക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എനിക്കവളോട് വലിയ താല്പര്യമൊന്നുമില്ല. അവൾക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഈ വീട്ടിലേക്ക് വന്ന 3 മരുമക്കളും ഈ വീട് വിട്ട് പോയി കഴിഞ്ഞാൽ നിനക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ നിനക്ക് പിന്നെ കൂട്ടിക്കൊണ്ടുവരാം. മൊത്തത്തിൽ നമ്മളെ ദ്രോഹിച്ചവർക്കൊക്കെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കണ്ടില്ലേ മോനെ, ഒരുത്തി കരളൊക്കെ പോയി കിടക്കുന്നത്. ഇനിയിപ്പോൾ കരൾ മാറ്റിവെച്ചാലും അധിക നാളൊന്നും അവൾ ജീവിക്കാൻ പോകുന്നില്ല. നിനക്കറിയാലോ മോനെ, ഒരു സമയത്ത് അവൾ എന്നെ ഇവിടെ ഇട്ട് വട്ടം കറക്കിയവളാ. അതുകൊണ്ട് ഇപ്പം നോക്കി, അവളുടെ മോൻ ഒരു കല്യാണം കഴിച്ചു. അവൾക്ക് ഇതുവരെ ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടോ? അതൊക്കെയും എൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം മോനെ. അപ്പോൾ അബിയും പറയാണ്, എന്നെ അവൻ കമ്പനിയുടെ ഒരു വെറും തൊഴിലാളിയാക്കി. ഇന്നും അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്തായാലും അവന് അതിൻ്റെ ശിക്ഷ കിട്ടും അമ്മേ. എടാ, അനിയും നയനയുടെ അനിയത്തി നന്ദുവും ഇപ്പോഴും പ്രേമത്തിലാണോ? അതേ അമ്മേ, ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ എനിക്ക് അനാമികയെ ഇഷ്ടമില്ലാത്തത്. അതെന്തായാലും അപകടമാണ് മോനെ. ഈ അനാമികയെക്കാളും പ്രശ്നക്കാരിയാണ് ഈ നന്ദു. അവളെ ആണുങ്ങളെ തല്ലി ശീലിച്ചവളാ. അതുകൊണ്ട് ആ ബന്ധം തടഞ്ഞേ പറ്റൂ. പിന്നെ ഇന്ന് നയനയെ ഡിസ്ചാർജ് ചെയ്യാണ് ഹോസ്പിറ്റലിൽ നിന്ന്. നേരെ ആദർശ് പുതിയതായി എടുത്ത വീട്ടിലേക്കാണ് നയനയെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നയനയുടെ അച്ഛൻ ഇതൊന്നും അറിയാത്ത സ്ഥിതിക്ക് അച്ഛനെ ഇതുവരെ ഒന്നും അറിയിച്ചിട്ടുമില്ല. അപ്പോൾ നയനയെ ആംബുലൻസിൽ കയറ്റുകയാണ്. കനകയും നന്ദുവും കൂടെ തന്നെയുണ്ട്. അവർ വണ്ടിയിൽ ആദ്യം കയറി, അതിനുശേഷം നയനയെ കയറ്റുകയാണ്. അപ്പോഴാണ് അനിയുടെ അച്ഛനും അമ്മയും വരുന്നത്, അതായത് ദേവയാനിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനിയുടെ അച്ഛൻ പറയാണ്, അതാരെയാണ് ആംബുലൻസിൽ കയറ്റുന്നത്? ഇതെന്താ ആദർശ് ആംബുലൻസിൽ കയറുന്നത്? അയ്യോ, ആരെയാണോ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്? ഏട്ടത്തെയാണോ? ആദർശിൻ്റെ അച്ഛനടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് അനിയുടെ അച്ഛനും അമ്മയും. അതെന്താ ഏട്ടാ? അത് പിന്നെ ദേവയാനിക്ക് കരൾ കൊടുത്ത ആ കുട്ടിയുണ്ടല്ലോ, അവളിന്ന് ഡിസ്ചാർജായി, അവളെയും കൊണ്ട് പോവാ. ഏട്ടാ, എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. നീ കരുതിയോ ദേവയാനിയാണ് ആംബുലൻസിൽ കയറ്റിയതെന്ന്? ഞാനങ്ങ് പേടിച്ചു പോയി ഏട്ടാ. അപ്പോൾ അനിയുടെ അമ്മ ചോദിക്കുകയാണ്, അല്ല ആദർശ് എന്തിനാണ് അതിൽ പോയത്? പിന്നെ പോകണ്ടേ? വലിയൊരു സഹായമാണ് ആ കുട്ടി ചെയ്തത്. അതിൻ്റെ പേരിലാണെങ്കിലോ കാലണ പോലും കൈനീട്ടി വാങ്ങിയിട്ടുമില്ല. എന്തായാലും അതിൻ്റെ ഭർത്താവിനൊപ്പം അതിനെ കൊണ്ടുപോകുമ്പോൾ ആദർശം കൂടെ പോകണ്ടേ? ഉറപ്പായിട്ടും ചെല്ലണം. ഇപ്പം മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് പോവുകയും വേണം. ആദർശിനെ പോലെ തന്നെ നമ്മളെല്ലാവരും പോകണം. ഏട്ടത്തി ചോദിക്കുന്നുണ്ട്, ആരാ ഏട്ടത്തിക്ക് കരൾ ദാനം ചെയ്തതെന്ന്. അയ്യോ, അതൊന്നും പറഞ്ഞു നടക്കാൻ ആഗ്രഹമുള്ളൊരു കൂട്ടത്തിൽപ്പെട്ട കുട്ടിയല്ല അത്. ഏട്ടത്തി പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കുട്ടികൾ വേണമായിരുന്നു നമ്മുടെ തറവാട്ടിലേക്ക് വരേണ്ടത്. അപ്പോൾ അനിയുടെ അമ്മ പറയാണ്, അങ്ങനെയുള്ള ഒരാൾ തന്നെയാണല്ലോ നമ്മുടെ നയനമോള്, എന്നിട്ട് അവളെ എല്ലാവരും കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ജാനകി പറയാണ്, നിങ്ങൾ ആണുങ്ങൾ മാത്രമേ അവളെക്കുറിച്ച് നല്ലത് പറയുന്നുള്ളൂ. ദേവേട്ടത്തിക്ക് എന്തായാലും ആ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. അത് കേട്ട് ആദർശിൻ്റെ അച്ഛൻ പറയാണ്, അതുതന്നെയാ അവളെയും നിൻ്റെയും ഒക്കെ പരാജയമോ. ആയാലും എനിക്ക് വന്ന മരുമകൾ നല്ല മരുമകളായിട്ടാ, 100% സത്യസന്ധയ. എന്നാൽ സ്വന്തം അമ്മായിയച്ഛൻ പോലും അവളുടെ നല്ല സ്വഭാവം മനസ്സിലാക്കാതെ സ്നേഹിക്കുന്നത് അത്രയും കുടുംബത്തെ ദ്രോഹിക്കുന്ന ഒരുത്തിയെയാണ്.
അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, എൻ്റെ മരുമകൾ എങ്ങനെയാണ് ജാനകി കുടുംബത്തെ ദ്രോഹിച്ചത്? നിനക്കറിയാലോ, ആൾക്കാരെ തരംതിരിക്കുന്ന കാര്യത്തിൽ എൻ്റെ അച്ഛന് മറ്റാരേക്കാളും കഴിവുണ്ട്. എൻ്റെ അച്ഛൻ 100-ൽ 100 മാർക്കാണ് നയനമോൾക്ക് കൊടുത്തിട്ടുള്ളത്. ജാനകിയും അറിയാം. എന്നാൽ അവളുടെ കാര്യത്തിൽ മാത്രം വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും മറ്റുള്ള ആണുങ്ങൾക്കൊക്കെ തെറ്റുപറ്റി. എനിക്കത്രേ പറയാനുള്ളൂ. നീയൊന്നും മിണ്ടാതിരിക്കുക ജാനകി. ചില നേരത്തെ നിൻ്റെ സംസാരം കേൾക്കുമ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കാനാണ് തോന്നുന്നത്. പിന്നെ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുക. പാപം, എനിക്ക് അനിയുടെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം. അവന് ഒരുത്തിയെ കല്യാണം കഴിച്ചതിന് ശേഷം ഇതുവരെ സ്വസ്ഥത കിട്ടിയിട്ടില്ല. അവൻ്റെ മുഖത്ത് ഈ ദിവസത്തിനിടെ ഒരു പുഞ്ചിരി പോലും ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ജാനകി ചോദിക്കുക, അതിൻ്റെ കാരണവും നമ്മുടെ മരുമകൾ തന്നെയാണ്. സ്നേഹം അത് കൊടുത്താലേ തിരിച്ചു കിട്ടുകയുള്ളൂ. ആദർശും നയനയും തമ്മിൽ തന്നെ ചിന്തിച്ചു നോക്ക്. അവർ രണ്ടുപേരും കീരിയും പാമ്പും പോലെ ആയിരുന്നില്ലേ? എന്നാൽ ഇന്ന് പക്ഷേ അവൻ്റെ അവസ്ഥ അതല്ല. നയന സ്വന്തം പ്രവൃത്തിയിൽ കൂടിയാണ്, ആത്മാർത്ഥമായ ആ സ്നേഹത്തിൽ കൂടിയാണ് ആദർശിൻ്റെ മനസ്സിൽ ഒരു ഇടം നേടിയത്. ആ രീതിയിൽ അനിയെ സ്വാധീനിക്കാൻ നമ്മുടെ മരുമകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നീ ഇനി അവളെപ്പറ്റി എത്ര സംസാരിച്ചാലും അതാണ് സത്യം. ഏട്ടാ, ഞാനൊന്ന് ഏട്ടത്തെ കണ്ടിട്ട് വരാം. ചെല്ല്. ഗോവിന്ദേട്ടൻ ഒന്നും അറിയാതെ ചായയും കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു വിഷമത്തോടെ നന്ദു നിൽക്കുന്നത്. അപ്പോൾ ഗോവിന്ദേട്ടൻ ചോദിക്കുകയാണ്, മോൾക്കെന്താ മോളെ ഒരു വിഷമം പോലെ? അപ്പോൾ നന്ദു പറയാണ്, ആദർശേട്ടനും ആദർശേട്ടൻ്റെ അച്ഛനും ഒക്കെ പാവങ്ങളാണ്, അവരൊരിക്കലും തെറ്റ് ചെയ്യില്ല. ഇതെന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ മോളെ. പിന്നെ എന്തിനാ നീ ഇപ്പോൾ അത് പിന്നെയും എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അല്ല മോളെ, എന്ത് പറ്റി? ഞാൻ അറിയാത്തതായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? മോളുടെ അമ്മയും ഇടയ്ക്കിടയ്ക്ക് സങ്കടപ്പെടുന്നുണ്ട്, ഞാൻ കാണാതെ കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ആംബുലൻസ് വരുന്നത്. അപ്പോൾ ആംബുലൻസിൻ്റെ ശബ്ദം കേട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഗോവിന്ദേട്ടൻ ചോദിക്കുകയാണ്, ഇതെന്താ മോളെ ആംബുലൻസ് ഇവിടെ? ആംബുലൻസിൽ നിന്നും ഫസ്റ്റ് ആദർശ് ഇറങ്ങി, അതിനുശേഷം കനകയും ഇറങ്ങുകയാണ്. അപ്പോൾ അത് കണ്ട് ഗോവിന്ദൻ ഒന്ന് വല്ലാത്ത വിഷമത്തോടെ നോക്കുകയാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ കയ്യിലിരുന്ന ചായക്കപ്പൊക്കെ താഴേക്ക് വീഴുകയാണ്. ഞാൻ തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്, എന്താ സംഭവം എന്നറിയാതെ. എന്താ കനകേ, എന്താ ഇത്? ആംബുലൻസിൽ നിന്നും സ്ട്രെച്ചറിലാക്കി ഇറക്കുന്ന നയനയാണ് പിന്നെ ഗോവിന്ദേട്ടൻ കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചോദിക്കുകയാണ്, എന്താ ഇതൊക്കെ? എന്താ ആരും ഒന്നും പറയാത്തത്? എൻ്റെ മോൾക്ക് എന്താ പറ്റിയത്? ചോദിച്ചത് കേട്ടില്ലേ, എൻ്റെ മോൾക്ക് എന്താ പറ്റിയതെന്ന്? എല്ലാവരും പരസ്പരം നോക്കുവാണ്. അപ്പോൾ ആദർശ് വിളിക്കുകയാണ്, അച്ഛാ. ഇടയ്ക്ക് പെട്ടെന്ന് കയറിയിട്ട് നയന പറയാണ്, എനിക്കൊന്നും പറ്റിയില്ല അച്ഛാ, എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ. എന്നിട്ടാണോ ആംബുലൻസിൽ നിന്നെ കൊണ്ടുവന്നത്? ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് കരൾ ദാനമായിട്ട് കൊടുത്തത് ഞാനാ അച്ഛാ. അതും കൂടി കേട്ടപ്പോൾ ഗോവിന്ദേട്ടൻ ഒന്നുകൂടി പകച്ചുപോയി. എന്നിട്ട് നോക്കുകയാണ് നന്ദുവിനെയും കനകയെയും ഒക്കെ. അവളെ ആംബുലൻസിൽ നിന്നും ഇറക്കി കൊണ്ടുപോകുന്നത് കണ്ട് ഗോവിന്ദേട്ടന് ഒന്നുകൂടി ഒരു നെഞ്ചുവേദനയുടെ ഒരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്ദു ഇടയിൽ കയറി പിടിച്ചിട്ട് പറയാണ്, അച്ഛാ. അതുപോലെ തന്നെ ആദർശം തിരിഞ്ഞു നോക്കി ഒന്ന് ശ്രദ്ധിക്കുകയാണ്. ഇതുകൊണ്ടാണോ മോളെ നീ ഇപ്പോൾ ആദർശേട്ടനും ആദർശേട്ടൻ്റെ അച്ഛനും ഒക്കെ പാവങ്ങളാണെന്ന് നീ ഇപ്പോൾ പറഞ്ഞതെന്നോട്? ഓ, നീ ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണല്ലേ? പിന്നെ ഗോവിന്ദൻ പറയാണ്, എൻ്റെ മോളുടെ ശരീരം കീറി മുറിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നു. ആദർശ് പറയാണ്, അച്ഛാ പറയണം എന്ന് കരുതിയതാ, പക്ഷേ നയന പറയാൻ സമ്മതിച്ചില്ല. 2 തവണ അച്ഛന് അറ്റാക്ക് വന്നതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞാൽ മതിയെന്ന് നയനയാണ് പറഞ്ഞത്. അവൾക്ക് വാശിയായിരുന്നു. അപ്പോൾ ഗോവിന്ദൻ പറയാണ്, എൻ്റെ മോള് അങ്ങനെയാ, സ്നേഹിക്കുന്നവർക്ക് അവളുടെ ഹൃദയം കൊടുക്കാനും അവൾ തയ്യാറാണ്. അത് ആദർശിൻ്റെ അമ്മയ്ക്കറിയോ? ഈ നടന്നതൊക്കെ അവരെ അറിയിച്ചായിരുന്നോ? അറിയിച്ച് കാണില്ല അല്ലേ? അറിയിച്ചാൽ അവർ എൻ്റെ മോളുടെ സഹായം വേണ്ട എന്ന് പറയും. അതെ, രക്തം കൊടുത്ത സമയത്തും എന്താ സംഭവിച്ചത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ മോള് കരൾ തന്നതിന് പകരമായിട്ടാണോ ഈ ഇത്രയും വലിയൊരു വീട് ഞങ്ങൾക്ക് എടുത്തു തന്നത് വാടകയ്ക്ക്? അങ്ങനെയായിരുന്നെങ്കിൽ മോനെ അത് വേണ്ട എന്ന് ഞാൻ പറയുമായിരുന്നു. നയന വരുമ്പോൾ അവൾക്ക് കുറച്ചുകൂടി സൗകര്യം കിട്ടണം എന്ന് തോന്നി. ഓ, എൻ്റെ വീട്ടിൽ സൗകര്യം കുറവാണല്ലോ. ഇഷ്ടമില്ലാത്ത മരുമകളെ അനന്തപുരി തറവാട്ടിലേക്ക് മകൻ കൊണ്ടുവന്നപ്പോൾ അവളെയും അവളുടെ വീട്ടുകാരെയും പഴിക്കാത്ത സമയമില്ല ആദർശ് അമ്മ. പലരും അതിന് കൂട്ടു നിൽക്കുന്നുമുണ്ട്. എന്തും കൊടുക്കാനായി സ്നേഹത്തോടെ നിൽക്കുന്ന എൻ്റെ മോൾക്ക് ആ വലിയ വീട്ടിൽ നിന്നും ഇതുവരെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, അതാരും കൊടുത്തിട്ടുമില്ല. ഇപ്പോൾ ആദർശ് കാണിക്കുന്ന സ്നേഹം പോലും ആത്മാർത്ഥമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്.
അച്ഛൻ എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നന്ദു ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, വേറൊന്നും കൊണ്ടല്ല മോളെ, ഒരുത്തൻ നവ്യയെ സ്നേഹിച്ചിരുന്നില്ലേ, അത് ഒറ്റൊരു ദിവസത്തേക്ക് മാത്രമായിരുന്നു. അന്നെനിക്ക് അവൻ എൻ്റെ മോളെ സ്നേഹിക്കുന്നത് കണ്ട് ലോകം പിടിച്ചടക്കിയ ഒരു സന്തോഷമായിരുന്നു. അപ്പോൾ അതിന് ഒരു ദിവസത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ മോളെ. തൊട്ടടുത്ത ദിവസം തന്നെ ഞാൻ അറിഞ്ഞു മോളെ, മരുമകൻ മോളോട് കാണിച്ച സ്നേഹമൊക്കെ അഭിനയം മാത്രമായിരുന്നു എന്ന്. അങ്ങനെ ആരെങ്കിലും ബോധിപ്പിക്കാൻ മാത്രമാണ് ആദർശും എൻ്റെ മോളെ സ്നേഹിക്കുന്നത് എന്ന് ആർക്കറിയാം? അച്ഛാ, ഒരിക്കലുമില്ല. നയനയ്ക്ക് പകരം വെക്കാൻ വേറൊരു പെൺകുട്ടി ഇല്ലെന്ന് വിശ്വസിക്കുന്നവരാ ഞാനും എൻ്റെ അച്ഛനും ഇളയച്ഛനും ഒക്കെ. അതുപോലെ തന്നെ അമ്മയും എന്നെങ്കിലും ഒരിക്കൽ അവളുടെ ആത്മാർത്ഥത തിരിച്ചറിയും. തിരിഞ്ഞ് നന്ദുവിനോട് ചോദിക്കുകയാണ്, മോളെ, അവളുടെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നോ മോളെ? ഉണ്ടായിരുന്നു അച്ഛാ. ആ സമയത്ത് അച്ഛനെ കാണണമെന്ന് മോൾ പറഞ്ഞിരുന്നില്ലേ? അച്ഛനോട് ഒന്നും പറയരുത് എന്നാ എടുത്തി പറഞ്ഞത്. അങ്ങനെയേ പറയൂ. അതെ എൻ്റെ കുഞ്ഞ്, അങ്ങനെയേ പറയൂ. മരണതുല്യമായ വേദന സഹിക്കേണ്ടി വന്നാലും അത് കടിച്ചമർത്തിയിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനേ എൻ്റെ മോൾ നോക്കൂ. അതും പറഞ്ഞ് അച്ഛൻ അകത്തേക്ക് പോയി. അപ്പോൾ നന്ദു പറയാണ്, ആദർശേട്ടൻ അച്ഛന് സങ്കടം കൊണ്ട് പറഞ്ഞതാ. എനിക്കറിയാം മോളെ. ഇതിനപ്പുറം പ്രതീക്ഷിച്ചാ മോളെ ഞാൻ വന്നത്. അച്ഛൻ എന്നെ തല്ലും എന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് ഒഴിവായില്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. നയനയുടെ അടുത്ത് പോയിരുന്ന് അച്ഛൻ സങ്കടം പറയാണ്. അപ്പോൾ നയന പറയാണ്, കരള് ദാനമായിട്ട് കൊടുത്തത് എൻ്റെ മാത്രം സമ്മതമായിരുന്നു അച്ഛാ. അത് വേണ്ട മോളെ എന്ന് ഒരുപാട് തവണ ആദർശേട്ടൻ്റെ അച്ഛനും ഒക്കെ പറഞ്ഞതാ. എന്നാൽ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആദർശേട്ടനും അച്ഛനും ഒക്കെ ആ തീരുമാനത്തിൽ നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയാണ്. ശരിയാ ഗോവിന്ദേട്ട, ആദർശമോൻ്റെ അച്ഛനും ഒക്കെ നിരപരാധികളാണ്. മോന് വിഷമമാണ്ട മോനെ. ഏതൊരച്ഛനും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വിഷമാവും. അതുകൊണ്ടാണ് മോനോട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. മലക്ക് പോയി വരുന്നത് വരെ രണ്ടുപേരും രണ്ടിടത്ത് കഴിയണമെന്ന് വാശി പിടിച്ച് പറഞ്ഞതാണ് മോൻ്റെ അമ്മ. ഇപ്പോൾ അതേപടി തന്നെ സംഭവിച്ചു അല്ലേ? എൻ്റെ അച്ഛൻ നയനയെ സ്വന്തം മകളായി ഏറ്റെടുത്ത് കഴിഞ്ഞു അച്ഛാ. എന്തായാലും അമ്മ കൂടി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വിഷമവും ഉണ്ടാവില്ല. അങ്ങനെയൊന്നും പറയണ്ട മോനെ. മോൻ്റെ അമ്മ കുടിച്ച പാല് നവ്യയാണ് കുടിച്ചിരുന്നതെങ്കിൽ രണ്ടുപേരുടെ ജീവനും അപകടത്തിലായേനെ. നയന മോളുടെ കാര്യം നന്ദുവിനോടും അമ്മയോടും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. നിങ്ങളൊക്കെ പറഞ്ഞില്ലെങ്കിലും ഹൃദയം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ ദൈവങ്ങൾ എനിക്ക് സ്വപ്നത്തിൽ ഇതൊക്കെ കാണിച്ചു തരുമായിരുന്നു മോനെ. ഒരാൾക്ക് വന്ന എന്നെ ICUയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നെഞ്ച് പിളരുന്ന വേദനയായിരുന്നു ആ സമയത്ത്. എന്നാൽ അതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് എൻ്റെ അവസ്ഥ കണ്ട് കരയുന്ന നയനമോളുടെ മുഖം. അപ്പോൾ ഹൃദയം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതുവരെ എടുത്തു കൊടുക്കും എൻ്റെ നയനമോള്. അതുകൊണ്ടാ മോൻ്റെ വീട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മോനോട് ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ മോള് എനിക്കൊരു ഭാരമാവില്ല എന്നാ. അവളിവിടെ സ്ഥിരമായിട്ട് നിന്നാലും എനിക്കൊരു സങ്കടവും ഇല്ല. പക്ഷേ എനിക്കത് വലിയ സങ്കടം അച്ഛാ. ഇനി അവളെ കാണാതെ പിടിച്ച് നിൽക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അത്രയും പറഞ്ഞ് ആദർശ് ആ വന്ന വാഹനത്തിൽ തന്നെ കയറിയിട്ട് പോകാൻ വേണ്ടി ഇറങ്ങി പോവുകയാണ്. നല്ല സങ്കടത്തോടെ കണ്ണുനീരൊക്കെ തുടച്ചിട്ടാണ് ആദർശ് യാത്ര പോകുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും see you all.